ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മൾ രണ്ടാമത്തെ ബുക്കിൻ്റെ 4ാമത്തെ പാഠത്തിലാണുള്ളത്. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാന അക്ഷരങ്ങൾ 3 മാലിയായ ക്രിയകളെക്കുറിച്ചാണ്. സുലാസി, മുജറദ്. അടിസ്ഥാന അക്ഷരങ്ങൾ 3 പറയുന്നതാണ് സുലാസി, മുജറദ്. അധിക അറബി ക്രിയകളുടെ അടിസ്ഥാന അക്ഷരങ്ങൾ 3 ക്രിയകളുടെ അടിസ്ഥാന രൂപം തന്നെ ഫെഅലു മാലി ആയിരിക്കും. ദഹബ, കതബ, ഫഅല പോലെ. ദഹബ അവൻ പോയി, കതബ അവൻ എഴുതി, ജലസ അവൻ ഇരുന്നു പോലുള്ള ക്രിയകൾ. ക്രിയകൾക്ക് ശേഷം വരുന്ന മർഫു ആയ നാമമാണ് ഫാഇൽ. ദഹബ ബിലാലുൻ, ബിലാൽ പോയി. അവിടെ ബിലാലുൻ എന്നതാണ് ഫാഇൽ. ബിലാലുൻ ദൊമ്മത്തേൻ, ലാസ്റ്റ് ലെറ്ററിന് ദൊമ്മ കൊടുത്ത് അവിടെ റഫ് ചെയ്തിരിക്കുന്നു. അതുപോലെ ദഹബത്ത് ആമിനത്തു, ആമിന പോയി. ഇവിടെയൊക്കെ ഒരു ലാഹിറായ ഇസ്മുണ്ട് ഫായിലായിട്ട്. എന്നാൽ ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല. ദഹബ ഇലസൂക്കി എന്ന് പറഞ്ഞാൽ അവൻ അങ്ങാടിയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ നമ്മൾ ഫായിലിന് എടുക്കുക ക്രിയകൾക്കുള്ളിൽ നിന്നാണ്. ഓക്കെ, എല്ലാ ക്രിയൻ്റെ ഉള്ളിലും ഫായിൽ ഉണ്ടായിരിക്കും. ഫഅല, ഫഅല, ഫഅലു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു തസ്രീഫിൽ, ആ ഒരു ടേബിളിൽ അതിലടങ്ങിയിരിക്കുന്ന ഫായിൽ എന്താണെന്ന് നോക്കാം. ദഹബ അവൻ പോയി. അതിൽ ഫായിലുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു ഹുവ. അതിൽ ഒളിഞ്ഞിരിക്കുന്ന വമീറാണ് അതിൻ്റെ ഫായിൽ. ദഹബ അവർ 2 പേർ പോയി. അതിൽ ഫായിൽ ആരാണ്? അലിഫുൽ ഇസ്നൈനിയാണ്. ആ അലിഫ് ദഹബ അവസാനം വരുന്ന അലിഫാണ് അതിലെ ഫായിൽ. ദഹബൂ അതിൽ ഫായിൽ വാവുൽ ജമാഅയാണ്. ദഹബു എന്ന് പറയുമ്പോൾ ഉള്ള വാവുൽ ജമാ. അതിനുശേഷം വരുന്ന അലിഫ് അലിഫുൻ ഫാരിഖയാണ് കേട്ടോ, വേർതിരിച്ചറിയാനുള്ള അലിഫാണ്. ദഹബത്ത് അവൾ പോയി. അതിലെ ഫായിൽ മുസ്തത്തിറാണ്. ആ തഅനീസു സാക്കിനെയാണ്, അഥവാ സ്ത്രീലിംഗത്തെ കാണിക്കാനുള്ള ആണത്. ദഹബത്താ അവർ 2 സ്ത്രീകൾ പോയി. അതിലെ ഫായിൽ അലിഫുൽ ഇസ്നൈനിയാണ്. ആ തഅനീസാണ് അതിൽ കാണുന്ന ദഹബ്ന അവർ 2 സ്ത്രീകൾ പോയി. അതിൽ അവസാനം വരുന്ന നൂനാണ്. ആ നൂനു നിസ്വയാണ് അതിൻ്റെ ഫായിൽ. ദഹബ്ത നീയൊരു സ്ത്രീ, നീയൊരു പുരുഷൻ പോയി. അതിൽ ഫായിൽ തായാണ്. ദഹബ്തുമാ അതിൽ ഫായിൽ നിങ്ങൾ 2 പുരുഷന്മാർ പോയി. അതിൽ തുമായാണ് അതിൻ്റെ ഫായിൽ. ദഹബ്തും അതിലെ ഫായിൽ തും എന്നതാണ്. ദഹബ്തി നീയൊരു സ്ത്രീ പോയി. അതിൽ ഫായിൽ തീയാണ്. ദഹബ്തുമാ അതിലെ ഫായിൽ തുമാ നിങ്ങൾ 2 സ്ത്രീകൾ പോയി. ദഹബ്തുന്ന നിങ്ങൾ 2 സ്ത്രീകൾ പോയി. തുന്ന അതാണ് അതിലെ ഫായിൽ. ദഹബ്തു ഞാൻ പോയി. തു ആണ് അതിൻ്റെ ഫായിൽ. ദഹബ്നാ ഞങ്ങൾ പോയി. നാ അൽ ഫായിലീൻ അതാണ് അതിൻ്റെ ഫായിൽ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിയായ എല്ലാ ഫിഅലുകളും മബനിയായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ 1, 2 ദഹബ, ദഹബാ അവിടെ ഫതഹയിൽ മബനിയാണ്. ലാം കലിമ നോക്കിയാൽ മതി. ബാക്ക് ഫതഹ, ദഹബാ ബാക്ക് ഫതഹ. അപ്പോൾ ഫിഅൽ മാലി മബനീൻ അലൽ ഫതഹി. 2 ദഹബൂ എന്ന് പറയുമ്പോൾ അവിടെ ദൊമ്മയിൽ മബനിയാണ്. ബൂ ബാക്ക് ദൊമ്മ. പിന്നെ ദഹബത്ത്, ദഹബത്താ 4ഉം 5ഉം ഫതഹയിൽ മബനിയാണ്. ദഹബത്ത് ദഹബത്ത ഫതഹയിൽ മബനിയാണ്. ശേഷം വരുന്ന 6 മുതൽ 14 വരെയുള്ളത് സുക്കൂനിൽ മബനിയാണ്. ദഹബ് എല്ലായിടത്തും ബാക്ക് സുക്കൂനാണ്. ബാക്കിയെല്ലാം സുക്കൂനിൽ മബനിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാലിയായ ക്രിയയെ നിഷേധിക്കാൻ മാലിയായ ക്രിയയുടെ മുന്നിൽ മാ എന്ന് ചേർക്കുക. മാ ദഹബ അവൻ പോയിട്ടില്ല. മാ ദഹബാ അവർ 2 പേർ പോയിട്ടില്ല. മാ ദഹബൂ അവർ 2 പുരുഷന്മാർ പോയിട്ടില്ല. മാ ദഹബ്തു ഞാൻ പോയിട്ടില്ല. ദഹബ്തു ഇല സൂഖി ഞാൻ അങ്ങാടിയിലേക്ക് പോയി. മാ ദഹബ്തു ഇല സൂഖി ഞാൻ അങ്ങാടിയിലേക്ക് പോയിട്ടില്ല. മാ ഖറജൽ ഇമാമു മിനൽ മസ്ജിദി ഇമാം പള്ളിയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ദഖല ബിലാലുൻ വലാകിന്നഹു മാ ജലസ ബിലാൽ പ്രവേശിച്ചു, പക്ഷേ അവൻ
ഇരുന്നിട്ടില്ല. മാ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടില്ല. അപ്പോൾ മാളിയായ ക്രിയയെ നിഷേധിക്കാൻ അതിൻ്റെ മുന്നിൽ വരുന്ന ഹർഫാണ് മാ എന്നത്. ഹർഫു നഫി അല്ലെങ്കിൽ മാ അന്നാഫിയ എന്നൊക്കെ പറയാം. ഇനി ലി അന്നയെ കുറിച്ച് പഠിക്കാം. ലി അന്ന എന്നാൽ കാരണം എന്നാണ് അർത്ഥം. അതിൽ 2 പദങ്ങളുണ്ട്. ലി എന്ന ഹർഫു ജറുണ്ട്, ശേഷം അന്ന എന്ന ഇന്നേൻ്റെ സിസ്റ്ററായിട്ടുള്ള അന്നയുണ്ട്. അന്ന എന്നുള്ളത് ഹർഫു മുഷബ്ബഹുനാണ്, നാസിഖാണ്. നാസിഖ് എന്ന് പറഞ്ഞാൽ നസ്ഖ് ചെയ്യും, മുബത്തദേനെ ഖബറും നസ്ഖ് ചെയ്യും. ഒരു ജുംലത്തുൽ ഇസ്മിയയിൽ ഇന്നയോ ഇന്നയുടെ സഹോദരികളോ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുബത്തദേനെ ഖബറിനൊക്കെ നസ്ഖ് ചെയ്തിട്ട് അതിൻ്റെ ഇസ്മ അതിൻ്റെ ഖബർ എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ ഇസ്മ മൻസൂബും ഖബർ മർഫൂവും ആയിരിക്കും. അപ്പോൾ ഇവിടെ അന്ന ലി ഹർഫു ജറിൻ്റെ ശേഷം അന്ന എന്ന മറ്റൊരു ഹർഫും കൂടി വന്നു. കൂട്ടി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാരണം എന്നുള്ള അർത്ഥം കിട്ടും. ഇവിടെ നോക്കൂ, ഒഹിബുഖ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ലി അന്നക കാരണം നീ മുജ്തഹിദുൻ പരിശ്രമശാലിയാണ്. ഒഹിബുഖ ലി അന്നക മുജ്തഹിദുൻ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു കാരണം നീ പരിശ്രമശാലിയാണ്. ഇവിടെ ഒഹിബുഖ എന്ന് പറഞ്ഞാൽ അവിടെ ഫിയലുണ്ട്, ഫായിലുണ്ട്, മഫ്ഊലുൻ ബിഹി ഉണ്ട്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ലി എന്നത് ഹർഫു ജർ, ലി അന്നക കാരണം നീ. അവിടെ ലി എന്നത് ഹർഫു ജറാണ്. അന്ന എന്നത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ മിൻ അഖവാത്തി ഇന്നൻ്റെ സഹോദരിയാണ്. തൗക്കീദ് ചെയ്യാനുള്ള ഹർഫാണ്, നസ്ബ് ചെയ്യുന്നു അതിൻ്റെ ഇസ്മു. അൽ കാഫു അതിനോട് ചേർന്ന് വന്ന ഇന്നഖ എന്നതിനോട് ചേർന്ന് വന്ന കാഫ് എന്താണ്? ദമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ഫതഹി ഫീ മഹല്ലി നസ്ബിൻ ഇസ്മു അന്ന. മുജ്തഹിദുൻ എന്നത് ഖബറു അന്ന മർഫൂഉൻ, റഫ്ഇൻ്റെ അടയാളം അതിലേക്ക് ളമ്മത്തുൽ ലാഹിറ. മുജ്തഹിദുൻ ളമ്മത്തുൽ ലാഹിറ അല ആഖിരിഹി അതിൻ്റെ അവസാനത്തിൽ പ്രത്യക്ഷമായൊരു ളമ്മ വന്നിരിക്കുന്നു. ഇനി മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാ ഖറജ്തു മിനൽ ബൈത്തി ലി അന്നൽ ജവ്വ ബാരിദുൻ. മാ ഖറജ്തു ഞാൻ പുറത്തു പോയില്ല, മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, ലി അന്ന കാരണം, അൽ ജവ്വ ബാരിദുൻ അന്തരീക്ഷം തണുപ്പായിരുന്നു. അൽ ജവ്വയാണ് ഇസ്മു അന്ന. ലി എന്നത് ഹർഫു ജർ, അന്ന എന്നത് ഹർഫു തൗക്കീദിൻ വനസ്ബിൻ, അൽ ജവ്വ എന്നത് ഇസ്മു അന്ന, ബാരിദുൻ എന്നത് ഖബറു അന്ന. ഇങ്ങനെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ ഇബ്രാഹിമു ഇലൽ മുസ്തഷ്ഫ ലി അന്നഹു മരീദുൻ. ഇബ്രാഹിം ആശുപത്രിയിലേക്ക് പോയി കാരണം അവൻ രോഗിയാണ്. ദഹബ ഫിഅ്ലു മാളിയാണ്, ഇബ്രാഹിമു ഫാഇൽ, ഇലൽ മുസ്തഷ്ഫ ജാറുൻ വമജ്റൂറുൻ, ലി ഹർഫു ജർ, അന്ന ഹർഫു തൗക്കീദിൻ വനസ്ബിൻ മിൻ അഖവാത്തി ഇന്ന. ഹു എന്ന അറ്റാച്ച്ഡ് പ്രോനൗൺ ആണ് അതിൽ ഇസ്മു അന്ന, മരീദുൻ എന്നത് ഖബറു അന്ന. ഇനി ഈ അന്നയിലേക്ക് ളമീർ മുത്തസിൽ ചേർന്ന് വരുമ്പോൾ ലി അന്നഹു കാരണം അവൻ, ലി അന്നഹുമാ കാരണം അവർ 2 പേർ, ലി അന്നഹും കാരണം അവർ 2-ലധികം പേർ, ലി അന്നഹ കാരണം അവൾ. ഇങ്ങനെ അർത്ഥം കിട്ടും. ലി അന്നഹുമാ, ലി അന്നഹുന്ന, ലി അന്നക കാരണം നീ, ലി അന്നകുമാ, ലി അന്നക്കും, ലി അന്നക്കി, ലി അന്നകുമാ, ലി അന്നകുന്ന, ലി അന്നീ കാരണം ഞാൻ, അല്ലെങ്കിൽ ലി അന്നനി എന്നും പറയാം. ലി അന്നന അല്ലെങ്കിൽ ലി അന്ന കാരണം ഞങ്ങൾ എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പോൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു വന്ന ളമീറുകളെല്ലാം അതിൻ്റെ ഇസ്മു അന്നയാണ്. നമ്മൾ സാധാരണ പോസിറ്റീവ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, യെസ് ഓർ നോ എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ. അന്ത മുസ്ലിമുൻ നീ ഒരു മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതേ എന്ന് പറയണമെങ്കിൽ നഅം അന മുസ്ലിമുൻ, അല്ലെങ്കിൽ ലാ അന ലസ്തു ബി മുസ്ലിം ഞാൻ മുസ്ലിം അല്ല എന്നൊക്കെ ഉത്തരം പറയാറുണ്ട്. എന്നാൽ നെഗറ്റീവ് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ലസ്ത ബി മുസ്ലിമിൻ എന്നാൽ നീ മുസ്ലിം അല്ല എന്നാണ് അർത്ഥം. അതിൻ്റെ മുന്നിൽ ഹംസത്തുൽ ഇസ്തിഫാം വന്നു കഴിഞ്ഞാൽ അലസ്ത ബി മുസ്ലിമിൻ നീ മുസ്ലിം അല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇസ്ബാത്തിന് അതെ ഞാൻ മുസ്ലിമാണ് എന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി, അതേ എന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി ഹർഫ് ജവാബായി ബല എന്നുപയോഗിക്കും. ബല അതെ, അന മുസ്ലിമുൻ ഞാൻ മുസ്ലിമാണ്. ഇനി ഞാൻ മുസ്ലിം അല്ല എങ്കിൽ നമ്മളെങ്ങനെ പറയും? നഅം അല്ല, ലസ്തു ബി മുസ്ലിമിൻ ഞാൻ മുസ്ലിം അല്ല എന്ന് ഉത്തരം കൊടുക്കാനായി സാധിക്കും. അപ്പോൾ ഇസ്തിഫ്ഹാമുൽ മൻഫി നെഗറ്റീവ് ചോദ്യത്തിൻ്റെ പോസിറ്റീവ് ഉത്തരം കൊടുക്കാനായി, അതേ എന്നുത്തരം കൊടുക്കാനായി ബല എന്നും, അല്ല എന്നുത്തരം കൊടുക്കാനായി നഅം എന്നും ആണ് ഹർഫ് ജവാബായി നമ്മൾ ഉപയോഗിക്കേണ്ടത്.
ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. അദ്ദർസു റാബിഉ, നാലാമത്തെ പാഠം. ഖാല യൂസുഫു പറഞ്ഞു. യൂസുഫ് എന്നത് മംനൂ മിന സർഫാണ്, തെൻവീനിനെ സ്വീകരിക്കുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ റഹ്മത്തും സലാമും റഹ്മത്തും ബർക്കത്തും ഒക്കെ നിനക്കുണ്ടാകട്ടെ. അസ്സലാമു എന്നത് മുബ്തദഅയാണ്. അലൈക്കും ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. വാവ് ഹർഫുൽ അത്ഫ്. റഹ്മത്തു എന്നത് മഅതൂഫുൻ അലാ അസ്സലാമു. വഹുവ മുലാഫ്. അല്ലാഹി മുലാഫിൻ ഇലൈഹി. അള്ളാഹു എന്നത് ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി. ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്. വാവ് ഹർഫുൽ അത്ഫ്. ബർക്കാത്തുഹു അവൻ്റെ ബർക്കത്ത്. ബറക്കാത്തു എന്നത് മഅതൂഫുൻ അലാ അസ്സലാമു, അതിലേക്ക് അത്ഫ് ചെയ്യുക. വഹുവ മുലാഫ് ഹു മുലാഫിൻ ഇലൈഹി. ഖാല ഇബ്രാഹീമു. ഇബ്രാഹിം എന്ന പദം മംനൂ മിന സർഫാണ്. അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിനക്കും അള്ളാഹുവിൻ്റെ സലാമും റഹ്മത്തും ബർക്കത്തും ഒക്കെ ഉണ്ടാകട്ടെ. വാവ് ഹർഫുൽ അത്ഫ്. അലൈക്കും ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. അസ്സലാമു മുബ്തദഅ മുഅഖർ. വാവ് ഹർഫുൽ അത്ഫ്. റഹ്മത്തു മഅതൂഫുൻ അലാ അസ്സലാമു, അതിലേക്ക് അത്ഫ് ചെയ്യുക. വഹുവ മുലാഫ്. അള്ളാഹു എന്നത് ഇസ്മുൽ ജലാല മുലാഫിൻ ഇലൈഹി. വാവ് ഹർഫുൽ അത്ഫ്. ബർക്കാത്തു മഅതൂഫുൻ അലാ അസ്സലാമു. വഹുവ മുലാഫ് ഹു മുലാഫിൻ ഇലൈഹി അവൻ്റെ ബർക്കത്ത്. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ ബിക. ഇതെല്ലാം തഹിയ്യത്തു തർഹീബിൽ അമീഖ പറയും. അതായത് ഒരു സ്വാഗതം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. അഹ്ലൻ ഇതൊക്കെ മഫ്ഊലുൻ മുത്തലക്കാണ്. അഹ്ലൻ എന്നതും മഫ്ഊലുൻ മുത്തലക്കാണ്. അതിൻ്റെ ഫിഅലിനെയും ഫായിലിനെയും കളയപ്പെട്ടിട്ടുണ്ട്. സഹ്ലൻ അതും മഫ്ഊലുൻ മുത്തലക്കാണ്. മർഹബൻ അതും മഫ്ഊലുൻ മുത്തലക്കാണ്. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ ബിക യാ ഖാലി. എൻ്റെ ഉമ്മയുടെ സഹോദരാ, താങ്കൾക്ക് സ്വാഗതം. ബിക ജാറുൻ വ മജ്റൂറുൻ. യാ ഹർഫുനിദാ മബനിയുൻ അല സുകൂനി. സുകൂനിൽ മബനിയായ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ് യാ എന്നത്. ഖാലി എൻ്റെ ഉമ്മയുടെ സഹോദര. ഖാലു മുനാദ മുലാഫുൻ മൻസൂബുൻ. യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. ഇവിടെ നസ്ബിൻ്റെ അടയാളം നമുക്ക് കാണാനായി സാധിക്കുകയില്ല, കാരണം യാ മുത്തക്കലിമിലേക്ക് ചേർന്നതുകൊണ്ട്. കൈഫ ഹാലുക, താങ്കളുടെ അവസ്ഥ എന്താണ്? കൈഫ ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. ഖാലു മുലാഫുൻ ഖ മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹി ഈ കാരണം നമുക്ക് ഒന്നുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി ജർറിൻ മുലാഫുൻ ഇലൈഹി. ലഅല്ലക ബി ഖൈറിൻ, താങ്കൾ ഖൈറിലാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലഅല്ല എന്നത് ഹർഫു തർജി വനസ്ബിൻ മിൻ അഖവാത്തി ഇന്ന. അത് തർജി പറഞ്ഞാൽ ഒരു പ്രതീക്ഷയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഹർഫാണ്, നസ്ബാണ്. അതിൻ്റെ ഇസ്മു നസ്ബായിരിക്കും. അതുകൂടാതെ ഇന്നയുടെ അഖവാത്തിൽ പെട്ടതാണ്. ഖ ഇസ്മു ലഅല്ല ബിഖൈറിൻ ജാറുൻ വ മജ്റൂറുൻ ഖബറു ലഅല്ല. ഇനി ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ക എന്നത് ളമീറുൻ മുത്തസിലുൻ മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി നസ്ബിൻ ഇസ്മു ലഅല്ല ബിഖൈറിൻ ജാറുൻ വ മജ്റൂറുൻ ഫി മഹല്ലി റഫ്ഇൻ ഖബറു ലഅല്ല. ഖാല യൂസുഫ് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദു മുബ്തദഅ ലില്ലാഹ് ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. ഐന അബൂക യാ ഇബ്രാഹീമു, ഇബ്രാഹീമേ നിന്റെ ഉപ്പ എവിടെയാണ്? ഐന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. അബു മുദാഫുൻ ഖ മുദാഫുൻ ഇലൈഹി. യാ ഹർഫു നിദാ. ഇബ്രാഹീമു മുനാദ. ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം പറഞ്ഞു. ദഹബ ഇല സൂഖി, അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. ദഹബ ഫിഅ്ലു മാദി മബനിയുൻ അലൽ ഫതഹി വഫാഇലുഹു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇല സൂഖി ജാറുൻ വ മജ്റൂറുൻ. എക്സ്ട്രാ വന്നതുകൊണ്ട് മുതഅല്ലിഖും ബിൽ ഫിഅലി എന്നും പറയാം. ഖാല യൂസുഫ് പറഞ്ഞു. വ ഐന ഉമ്മുക, നിന്റെ ഉമ്മയും എവിടെയാണ്? വാവ് ഹർഫുൽ അത്ഫ്. ഐന ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അലൽ ഫതഹി. ഉമ്മു മുലാഫുൻ ഖ മുലാഫുൻ ഇലൈഹി. ഖാല ഇബ്രാഹീമു, ഇബ്രാഹിം പറഞ്ഞു. ദഹബത് ഇല ഖാലതി സൈനബ, അവർ
എൻ്റെ ഉമ്മയുടെ സഹോദരി സൈനബയുടെ വീട്ടിലേക്ക് പോയി. ദഹബത്ത് അവൾ പോയി. ദഹബത്ത് ഫിഅലു മാളി മബനീൻ അലൽ ഫതഹി. തഅനീസു സാക്കിനെയാണ് ശേഷം വന്ന സുക്കൂനുള്ള ത. അതിലെ ഫായിൽ, അതിലടങ്ങിയിരിക്കുന്ന ഫായിൽ ദമീറുൻ മുസ്തതിറുൻ തഖദീറുഹു ഹിയ. ഇലാ ഖാലത്തി എന്നത് ജാറുൻ വമജ്റൂറുൻ, ഖാലത്തി മുലാഫുൻ, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. സൈനബ എന്നത് ബദലാണ്. ബദൽ മംനൂ മിന സർഫ് ആയതുകൊണ്ട് അവിടെ ബദൽ മുബദൽ മിൻഹു ഏതാണ്? ഖാലത്തുൻ എന്നതാണ് മുബദൽ മിൻഹു. മുബദൽ മിൻഹു മജ്റൂറാണല്ലോ, അപ്പോൾ ബദലും മജ്റൂർ ആയിരിക്കണം. പക്ഷേ മംനൂ മിന സർഫ് ആയതുകൊണ്ട് അത് ഫതഹയിലാണ് ജർറ് ചെയ്തിരിക്കുന്നത്. ഖാല യൂസുഫു, യൂസുഫ് പറഞ്ഞു, വഅൈന അഖ്വതുക, നിന്റെ സഹോദരന്മാരും എവിടെയാണ്? വാവ് ഹർഫുൽ അത്ഫ്, ഐന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. ഇഖ്വതു മുലാഫുൻ ഖാ മുലാഫുൻ ഇലൈഹി. ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു, ദഹബു ഇലൽ ജാമിഅത്തി, അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ദഹബു അവർ പോയി. ദഹബു എന്നത് ഫിഅലു മാളി മബനിയുൻ അലൽ ദമ്മി. അതിലെ ഫാഇൽ ആരാണ്? വാവുൽ ജമാഅ. ഇലൽ ജാമിഅത്തി ജാറുൻ വമജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി, ഫിഅലിനോട് ചേർന്ന് വന്നതാണ്, എക്സ്ട്രാ വന്നതാണ്. ഖാല യൂസുഫു, യൂസുഫ് പറഞ്ഞു, ഐന അഖവാതുക വഐന അഖവാതുക, നിന്റെ സഹോദരിമാരും എവിടെയാണ്? വാവ് ഹർഫുൽ അത്ഫ്, ഐന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി. അഖവാതു മുലാഫുൻ ഖാ മുലാഫുൻ ഇലൈഹി. ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു, ദഹബ്ന ഇലൽ മദ്രസത്തി, അവർ സ്കൂളിലേക്ക് പോയി. ദഹബ്ന ഫിഅലു മാളി മബനിയുൻ അലൽ സുകൂനി, ആ നൂനു നിസ്വയാണ് അതിലെ ഫാഇൽ. ഇലൽ മദ്രസത്തി മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. ഖാല യൂസുഫു, യൂസുഫ് പറഞ്ഞു, അമാ ദഹബ്ത ഇലൽ മദ്രസത്തിൽ യൗമ, ഇത് ഇസ്തിഫാമുൽ മൻഫിയാണ്, നെഗറ്റീവായ ക്വസ്റ്റ്യനാണ്. ഇന്ന് നീ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? മാ ദഹബ്ത, നീ പോയിട്ടില്ല. അമാ ദഹബ്ത, നീ പോയിട്ടില്ല അല്ലേ? നീ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ? ഹംസ ഹർഫുൽ ഇസ്തിഫാം, മാ ഹർഫു നഫി. ദഹബ്ത നീ പോയി. ദഹബ്ത ഫിഅലു മാളി മബനിയുൻ അല സുക്കൂനി, തായാണ് അതിലെ ഫായിൽ. ഇലൽ മദ്രസത്തി ജാറുൻ വമജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. അൽ യൗമ എന്നത് ദർഫു സമാനാണ്, ഒരു കാലത്തെ കാണിക്കുന്ന ഇസ്മുകളാണ് ദർഫുകൾ, ദർഫു സമാനുകൾ. ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു, ബലാ അതെ. അത് ഇസ്തിഫാമുൽ മൻഫി, നെഗറ്റീവ് ചോദ്യത്തിൻ്റെ ഇസ്ബാത്തിൻ്റെ അഥവാ അത് സ്ഥിരീകരിക്കാൻ യെസ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഹർഫു ജവാബാണ് ബല എന്നത്. ബല ഹർഫു ജവാബ്, ബല ഹർഫു ജവാബ്. ദഹബ്തു ഞാൻ പോയി. വറജഅതു ഞാൻ മടങ്ങുകയും ചെയ്തു. ബഅദ ഹിസ്സത്തിൽ ഊല ഒന്നാമത്തെ പീരീഡിന് ശേഷം. അപ്പോൾ ഞാൻ പോകുകയും ഒന്നാമത്തെ പീരീഡിന് ശേഷം ഞാൻ മടങ്ങുകയും ചെയ്തു. ദഹബ്തു ഞാൻ പോയി. ഫിഅലു മാളി മബനിയുൻ അല സുകൂനി, തു ആണ് അതിലെ ഫായിൽ. വാവ് ഹർഫുൽ അത്ഫ്. റജഅതു ഞാൻ മടങ്ങുകയും ചെയ്തു. വറജഅതു ഞാൻ മടങ്ങുകയും ചെയ്തു. വാവ് ഹർഫുൽ അത്ഫ്. റജഅതു ഫിഅലു മാളി മബനിയുൻ അല സുകൂനി, തു ആണ് അതിലെ ഫായിൽ. ബഅദ ലർഫാണ്, ശേഷം. അൽ ഹിസ്വത്തി എന്നത്, ഹിസ്വത്തി എന്ന് പറഞ്ഞാൽ പീരീഡ്, അത് മുലാഫിൻ ഇലൈഹിയാണ്. അൽ ഊല എന്നത് അൽ ഹിസ്വത്തി എന്നതിൻ്റെ നഅത്താണ്. അവിടെ ഊല എന്നത് അലിഫ് മക്സൂറയിൽ അവസാനിക്കുന്നത് കൊണ്ട് നമുക്കവിടെ ജെറിൻ്റെ അടയാളമൊന്നും കാണാനായി സാധിക്കുകയില്ല. ഖാല യൂസുഫു, യൂസുഫ് പറഞ്ഞു, ലിമാദാ റജഅത, എന്തുകൊണ്ടാണ് നീ മടങ്ങിയത്? ലിമാദാ എന്തുകൊണ്ടാണ് നീ മടങ്ങിയത്? ലി ഹർഫു ജറാണ്. മാദാ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുകൂനി. റജഅത നീ മടങ്ങി. റജഅത ഫിഅൽ മാളി മബനിയുൻ അല സുകൂനി, ത ഫായിലാണ്. ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു, റജഅതു ലി അന്നനി മരീദുൻ, ഞാൻ മടങ്ങി കാരണം ഞാൻ രോഗിയായിരുന്നു. റജഅതു ഫിഅൽ മാളി മബനിയുൻ അല സുകൂനി, തു ഫായിൽ. ലി ഹർഫു ജർ. അന്ന മിൻ അഖവാതി ഇന്ന ഹർഫു തൗക്കീദാണ്. യാ മുതകല്ലിം ഇസ്മു അന്ന. മരീദുൻ ഖബറു അന്ന. ഖാല യൂസുഫു, യൂസുഫ് പറഞ്ഞു, ലാ ബഅസ്, നോ പ്രോബ്ലം, അല്ലെങ്കിൽ നോ ഫിയർ, നോ വറീസ്, മേ നോ ഹാം കം ടു യു എന്നൊക്കെ അർത്ഥം വരും. ലാ ഹർഫു നഫിയാണ്. ബഅസ ഒരു ഇസ്മാണ്, മബനിയുൻ അലൽ ഫതഹി, ഫതഹി അതിൻ്റെ ഖബർ മഹ്ദൂഫാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം.
ആ ദഹബ്ത ഇല ത്വബീബി, നീ ഡോക്ടറുടെ അടുത്തേക്ക് പോയില്ലേ. ഹംസ അൽ ഹർഫുൽ ഇസ്തിഫാം. ذهبت فعل ماضي مبني على السكون تا فاعل إلى الطبيب جار ومجرور. قال ഇബ്രാഹിം പറഞ്ഞു നഅം അതെ. ذهبت ഞാൻ പോയി. നഅം ഹർഫു ജവാബ്. ذهبت فعل ماضي مبني على السكون تو ആണ് അതിലെ ഫാഇൽ. ഇനി തമാരീനുൽ അവ്വലു, ഒന്നാമത്തെ എക്സസൈസ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ഐന ദഹബ അബു ഇബ്രാഹിമ, ഇബ്രാഹിമിൻ്റെ ഉപ്പ എങ്ങോട്ടാണ് പോയത്? പാഠത്തിലുണ്ട് ദഹബ ഇല സൂഖി, അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. വ ഐന ദഹബത് ഉമ്മുഹു, അവൻ്റെ ഉമ്മയും എങ്ങോട്ടാണ് പോയത്? ദഹബത് ഇല ഖാലത്തിഹി സൈനബ, അവൻ്റെ ഖാല്, അവിടെ ഖാലത്തി എന്നുള്ളത് ഖാലത്തിഹി എന്ന് കൊടുക്കണം. അവൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ അടുത്തേക്കാണ് അവർ പോയത്. മതാ റജ ഇബ്രാഹിമു മിനൽ മദ്രസത്തി, ഇബ്രാഹിം മദ്രസയിൽ നിന്നും എപ്പോഴാണ് മടങ്ങിയത്? റജ ബാദ ഹിസ്വത്തിൽ ഊല, അവൻ ഒന്നാമത്തെ പീരീഡിന് ശേഷമാണ് മടങ്ങിയത്. തംരീനുസാനി, രണ്ടാമത്തെ എക്സസൈസ്. ല ഹാദിഹിൽ അലാമത്തു സവാബ്, ല നീ വെക്കണം. ഹാദിഹിൽ അലാമത്ത, ഈ അടയാളം. സവാബ് റൈറ്റ് എന്ന അടയാളം വെക്കണം. അമാമൽ ജുമരി സഹീഹത്തി, ശരിയായ വാചകങ്ങളുടെ മുന്നിൽ. വ ഹാദിഹി അലാമത്തു, ഈ അടയാളം. ഹത്ത റോങ് എന്നുള്ള അടയാളം അമാമൽ ജുമലി, വാചകങ്ങളുടെ മുന്നിൽ. അല്ലത്തി ലൈസത്ത് സഹീഹത്തൻ, ശരിയല്ലാത്തതായ വാചകങ്ങളുടെ മുന്നിൽ ഹത്ത് എന്ന അടയാളവും നീ വെക്കണം. ഇബ്രാഹിമു ബനു ഉഖ്തി യൂസുഫു, ഇബ്രാഹിം യൂസഫിൻ്റെ സഹോദരിയുടെ മകനാണ്. ശരിയാണ്, കാരണം ഇവിടെ ഖാരി എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. യൂസഫു അമ്മു ഇബ്രാഹിമ, യൂസഫ് ഇബ്രാഹിമിൻ്റെ അമ്മാണ്. അമ്മു പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ അല്ലേ, ഉമ്മയുടെ സഹോദരനാണ്. അഖവാത്തു ഇബ്രാഹിമ ദഹബ്ന ഇലൽ മക്തബത്തി, ഇബ്രാഹിമിൻ്റെ സഹോദരിമാർ ലൈബ്രറിയിലേക്ക് പോയി. അത് തെറ്റാണ്. അതെങ്ങോട്ടാണ് പോയത്? അവർ മദ്രസത്തിയാണ് അല്ലേ. ഇഖ്വത്തു ഇബ്രാഹിമ ദഹബു ഇലൽ ജാമിഅത്തി, ഇബ്രാഹിമിൻ്റെ സഹോദരന്മാർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അത് കറക്റ്റാണ്. അപ്പോൾ റൈറ്റ് എന്നുള്ള അടയാളം സവാബ് ഇടാം. ഇബ്രാഹിമു മാ ദഹബ ഇല ത്വബീബി, ഇബ്രാഹിം ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ടില്ല. തെറ്റാണ്, പോയി എന്നാണല്ലോ ലെസണിൽ പറഞ്ഞത്. ഇനി തംരീനു സാലിസു, മൂന്നാമത്തെ തംരീൻ. ല ഫി ഹമാക്കിനിൽ ഖാലിയത്തി, ഒഴിഞ്ഞ ഭാഗങ്ങളിൽ. ഫീമായലി, തുടർന്ന് വരുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ നീ വെക്കണം. ഫിഅലു ദഹബ, ദഹബ എന്ന ഫിഅല് നീ വെക്കണം. വ അസ്നിദുഹു ഇലാ ദമീരിൽ മുനാസിബി, യോജിച്ച ദമീറിലേക്ക് അതിനെ ചേർത്തുകയും ചെയ്യണം. ദഹബ എന്ന ഫിഅൽ, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. അൽ ഔലാദു ഡാഷ് ഇലൽ മൽ അബി, ആൺകുട്ടികൾ കളിസ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ എങ്ങനെ വെക്കണം? ദഹബൂ, അവർ പോയി. ദഹബ ദഹബ ദഹബൂ. അത്വാലിബാത്തു ഡാഷ് ഇലൽ മദ്രസത്തി, വിദ്യാർത്ഥിനികൾ മദ്രസയിലേക്ക് പോയി. ദഹബ്ന. അൽ മുദർരിസു ഡാഷ് ഇലൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ്സിലേക്ക്. ദഹബ, അവൻ പോയി. അന ഡാഷ് ഇലൽ മത്താരി, ഞാൻ എയർപോർട്ടിലേക്ക്. ദഹബ്തു, ഞാൻ പോയി. ഉഖ്തി, എൻ്റെ സഹോദരി. ഇലൽ മത്ബഖി, അടുക്കളയിലേക്ക് പോയി. ദഹബത്. ഐന ഡാഷ് അന്ത, നീ എങ്ങോട്ടാണ് പോയത്? ദഹബ്ത, നീ പോയി. ദഹബ്ത. തംരീനു റാബി സഹിഹിൽ ജുമലൽ ആത്തിയത്ത, തുടർന്ന് വരുന്ന വാചകങ്ങളെ നീ ശരിയാക്കണം. 1. അദഹബ്തു ഇലൽ മുസ്തഷ്ഫ യാ മുഹമ്മദു, മുഹമ്മദേ നീ ആശുപത്രിയിലേക്ക് പോയോ എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. അപ്പോൾ നീ പോയോ എന്ന് പറയണമെങ്കിൽ ദഹബ്ത എന്നാണ് പറയേണ്ടത്. പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് ദഹബ്തു എന്നാണ്, ഞാൻ പോയി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നീ പോയി എന്നാക്കണമെങ്കിൽ അദഹബ്ത ഇലൽ മുസ്തഷ്ഫ യാ മുഹമ്മദു, മുഹമ്മദേ നീ ആശുപത്രിയിലേക്ക് പോയോ? ദഹബ്ത, നീ പോയി. ആമിനത്തു വ ഫാത്തിമത്തു വ സൈനബു റജഉ മിനൽ ജാമിഅത്തി, ആമിനയും ഫാത്തിമയും സൈനബും
യൂണിവേഴ്സിറ്റിയിൽ നിന്നും മടങ്ങി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ റജഉ എന്ന് പറഞ്ഞാൽ രണ്ടിൽ അധികം പുരുഷന്മാർ മടങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ രണ്ടിലധികം സ്ത്രീകൾ മടങ്ങി എന്നാണ് നമ്മൾ ക്രിയ കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരണം? റജഅന ആമിനത്തു വ ഫാത്തിമത്തു വ സൈനബു റജഅന മിനൽ ജാമിഅത്തി എന്നാക്കണം. സുമലായി ദഹബ ഇല മക്കത്ത, എൻ്റെ സഹപാഠികൾ മക്കയിലേക്ക് പോയി. സുമലായി ദഹബു, രണ്ടിലധികം പുരുഷന്മാരാണല്ലോ സഹപാഠികൾ. സുമലായി ദഹബു ഇല മക്കത്ത, എൻ്റെ സഹപാഠികൾ മക്കയിലേക്ക് പോയി. അന റജഅത മിനർ റിയാദി, ഞാൻ റിയാദിൽ നിന്നും ഇന്നലെ മടങ്ങി. റജഅതു, ഞാൻ മടങ്ങി എന്നാക്കണമെങ്കിൽ റജഅതു, അന റജഅതു മിനർ റിയാദി അംസി. മറിയമു വ ബനാതുഹാ ദഹബത് ഇലാ ജുദ്ദത, മറിയമും അവളുടെ പെൺമക്കളും ജിദ്ദയിലേക്ക് പോയി. അപ്പോൾ ദഹബ്ന, കുറേ സ്ത്രീകളാവുമ്പോൾ ദഹബ്ന. ഉമ്മി ഖാല, എൻ്റെ ഉമ്മ പറഞ്ഞു. അവിടെ ഉമ്മി ഖാലത്ത്, ഖാല ഖാല ഖാലു ഖാലത്ത്, അവൾ പറഞ്ഞു. ഖാലത്ത്, ഖാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു എന്നാണ്. അതെന്താക്കണം? ഖാലത്ത്, ഉമ്മി ഖാലത്ത് അന മരീദുൻ, അന മരീദത്തുൻ, സ്ത്രീ ആവുമ്പോൾ മരീദത്തുൻ എന്ന് കൊടുക്കണം. ഞാൻ രോഗിയാകുന്നു എന്നർത്ഥം. ഇനി അഞ്ചാമത്തെ തംരീൻ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി ബിനഫി മുസ്തഅമിലൻ മാ, തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. ബിനഫി, നഫി വെച്ചുകൊണ്ട്, മുസ്തഅമിലൻ മാ എന്ന് ഉപയോഗിക്കുന്നവനായ നിലയിൽ. അപ്പം മാ എന്ന നഫി, ഹർഫു നഫി വെച്ചുകൊണ്ട് മാളിയായ ഫിഅലിന് നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കണം. ആ ദഹബ് തൈലൽ മദ്രസത്തി അംസി, നീ ഇന്നലെ സ്കൂളിലേക്ക് പോയോ. ലാ മാ ദഹബ്തു, ഇല്ല ഞാൻ പോയിട്ടില്ല. ലാ ഇട്ടിട്ട് കോമയിടുക. മാ ദഹബ്തു, ഞാൻ പോയിട്ടില്ല. അറജ അബൂക മിൻ ബാഗ്ദാദ, നിന്റെ ഉപ്പ ബാഗ്ദാദിൽ നിന്നും മടങ്ങിയോ. ലാ മാ റജ, ഇല്ല അദ്ദേഹം മടങ്ങിയിട്ടില്ല. അദഹബത് ഉഖ്തുക ഇല മുസ്തഷ്ഫ, നിന്റെ സഹോദരി ആശുപത്രിയിലേക്ക് പോയോ. ലാ മാ ദഹബത്, ലാ മാ ദഹബത്, ഇല്ല അവൾ മടങ്ങിയിട്ടില്ല. തഅമ്മൽ മായലി, തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. ലി അന്ന, കാരണം. ലി പ്ലസ് ലി ഹർഫ് ജർ, അന്ന തൗക്കീദിൻ്റെ ഒരു ഹർഫാണ്, മുൻപ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അന്ന മിൻ അഖവാത്തി ഇന്ന, അന്ന എന്നത് ഇന്നയുടെ സഹോദരിമാരിൽ പെട്ടതാണ്. ലി അന്ന പ്ലസ് ഹുവ ലി അന്നഹു, കാരണം അവൻ. ലി അന്ന പ്ലസ് ഹിയ ലി അന്നഹ, കാരണം അവൾ. ലി അന്ന പ്ലസ് അന്ത ലി അന്നക, കാരണം അവൻ. റജഅ ഹാമിദു മിനൽ മദ്രസത്തി, അതിൻ്റെ പ്രയോഗങ്ങളാണ് കേട്ടോ വാചകങ്ങളിൽ വരുന്നത്. ലി അന്നൻ്റെ റജഅ ഹാമിദു മിനൽ മദ്രസത്തി ലി അന്നഹു മരീലുൻ, ഹാമിദ് സ്കൂളിൽ നിന്നും മടങ്ങി കാരണം അവൻ രോഗിയാണ്. നമ്മൾ ഇത് ഇറാബ് ചെയ്യുമ്പോൾ റജഅ ഫീൽ മാളി, ഹാമിദുൻ ഫാഇൽ, മിനൽ മദ്രസത്തി ജാറുൻ വ മജ്റൂറുൻ, ലി ഹർഫു ജർ, അന്ന ഹർഫു തൗക്കീദിൻ, മിൻ അഖവാത്തി ഇന്ന, ഹു ഇസ്മു അന്ന, മരീദുൻ ഖബറു അന്ന. റജഅത്ത് ആമിനത്തു മിനൽ മദ്രസത്തി ലി അന്നഹ മരീലത്തുൻ, ആമിന സ്കൂളിൽ നിന്നും മടങ്ങി കാരണം അവൾ രോഗിയാണ്. ഇതേപോലെ തന്നെ ഇറാബ് ചെയ്യുക. റജഅതു മിനൽ മദ്രസതി ലി അന്നനി മരീലത്തുൻ, ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങി കാരണം ഞാൻ രോഗിയാണ്. ഇനി ഏഴാമത്തെ തംരീൻ. ഇഖ്റഇൽ മിസാല, ഉദാഹരണം നീ വായിക്കണം. സുമ്മ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകുകയും ചെയ്യണം. ബി നഅം, എന്തൊക്കെ വെച്ചുകൊണ്ടാണ്? നഅം അല്ലെങ്കിൽ ഔ ബല വെച്ചുകൊണ്ട്. അപ്പോൾ ഇസ്തിഫാമുൽ മൻഫി ആകുമ്പോൾ യെസ് എന്ന് പറയാൻ ബല എന്നും നോ എന്ന് പറയാൻ നഅം എന്നും ഉപയോഗിക്കണം. നമ്മൾ ലെസൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ദഹബ് തൈലൽ മദ്രസത്തി അംസി, നീ ഇന്നലെ സ്കൂളിലേക്ക് പോയോ. അപ്പോൾ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? നഅം ദഹബ്തു, അതെ ഞാൻ പോയി. ഇല്ല എന്ന് പറയണമെങ്കിലോ ലാ അന മാ ദഹബ്തു, ഞാൻ പോയിട്ടില്ല. ഇനി അമാ ദഹബ് തൈലൽ മദ്രസത്തി അംസി, നീ ഇന്നലെ സ്കൂളിലേക്ക് പോയിട്ടില്ല അല്ലേ. മാ ദഹബ്ത എന്ന് പറഞ്ഞാൽ നീ പോയിട്ടില്ല. അമാ ദഹബ്ത, നീ പോയിട്ടില്ല അല്ലേ. അപ്പോൾ അതെ ഞാൻ പോയി എന്ന് ഉത്തരം കിട്ടാൻ ബല, അതെ ദഹബ്തു, ഞാൻ പോയി. ഇനി അടുത്തത് നോക്കിയേ. അറജഅ അബൂക മിനസ് സൂഖി,
നിൻ്റെ ഉപ്പ അങ്ങാടിയിൽ നിന്നും മടങ്ങിയോ? നഅം റജഅ, അതെ അദ്ദേഹം മടങ്ങി. അമാ റജഅ അബൂക മിന സൂഖി, നിൻ്റെ ഉപ്പ അങ്ങാടിയിൽ നിന്നും മടങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ അതെ മടങ്ങിയിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ബല, അതെ. റജഅ, അദ്ദേഹം മടങ്ങി. അദഹബത് ലൈല ഇലൽ ജാമിഅത്തി, ലൈല യൂണിവേഴ്സിറ്റിയിലേക്ക് പോയോ? നഅം ദഹബത്, അതെ അവൾ പോയി. അമാ ദഹബ അഖൂക ഇല റിയാദി, നിൻ്റെ സഹോദരൻ റിയാദിലേക്ക് പോയിട്ടില്ല അല്ലേ? ബല, അതെ. ദഹബ, അദ്ദേഹം പോയി. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ 4ാമത്തെ ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.